സർവീസിലുള്ള അധ്യാപകർ കേട്ടറ്റ് വേരിഫിക്കേഷന് ഇത് പാലിച്ചിരിക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എയിം സ്റ്റഡി സെന്റർ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ അധ്യാപകർ, കേട്ടറ്റ് പരീക്ഷ എഴുതിയ അധ്യാപകർക്കുള്ള കേട്ടറ്റ് വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ പരീക്ഷാ ഭവനിൽ നിന്ന് ലഭിച്ച ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി നമ്മൾ പാലിക്കേണ്ടതാണ് അല്ലേ. അപ്പോൾ എന്താണ് കേട്ടറ്റ് വേരിഫിക്കേഷൻ? ടീച്ചേഴ്സിന് വേറെ ആയിരിക്കുമോ, ബാക്കി ജനറലുള്ള എല്ലാവർക്കും പോലെ തന്നെയാണോ എന്നുള്ള ഒരുപാട് സംശയങ്ങളുമായിട്ട് ഒരുപാട് അധ്യാപകർ വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ സർവീസ് കേട്ടറ്റ് വിജയിച്ച അധ്യാപകരുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ എന്തൊക്കെയാണ് പുതിയ നിർദ്ദേശങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാം. അതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഈ സർവീസ് കേട്ടറ്റിന്റെ എക്സാം എന്താണെങ്കിലും ഓഗസ്റ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് മുൻപിൽ ലഭിച്ച ഈ ഒരു എക്സ്ട്രാ ടൈം എന്ന് പറയുന്നത് നമ്മുടെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് നമുക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാം. ഓക്കെ, എന്നിട്ട് ഒരു ദിവസത്തിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാവുന്ന രീതിയിൽ ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കുക. നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ സർവീസിലെ അധ്യാപകർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ സർവീസ് കേട്ടറ്റ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ സർവീസ് എക്സാമിലാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എക്സാം എഴുതിയ മുഴുവൻ അധ്യാപകരും ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ കഴിഞ്ഞ 11 കേട്ടറ്റിലായിട്ട് 10,000-ലധികം പേരാണ് ക്വാളിഫൈഡ് ആയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിലെ എക്സാമിന്റെ റിസൾട്ട് വന്ന സമയത്ത് 2,500-ലധികം ആളുകൾ എയിംസിൽ നിന്നും കേട്ടറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു റിസൾട്ട് അല്ല എന്ന് നിങ്ങൾക്കറിയാം. ഇത്രയും വലിയ റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ അത് അത്രത്തോളം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന സ്ട്രാറ്റജി, അതേപോലെ ഞങ്ങളുടെ കുട്ടികളുടെ ഹാർഡ് വർക്കും തന്നെയാണ് എന്നുള്ളത് അറിയാം. നിങ്ങൾ ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ വിജയം ഞങ്ങൾ ഉറപ്പിച്ച് തന്നിരിക്കും. അത് എയിംസിന്റെ ഉറപ്പ് തന്നെയാണ് കേട്ടോ. ഓക്കെ, കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 94465370 നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്താണ് അപ്ഡേഷൻ എന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഈ സർക്കുലർ പ്രകാരം കേട്ടറ്റ് ഡിസംബർ 2025 പരീക്ഷയിൽ വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി സൂചന 2 പ്രകാരം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആയതിന്റെ തുടർച്ചയായി ചുവടെ പരാമർശിക്കുന്ന നിർദ്ദേശങ്ങൾ ആധികാരികമായി നൽകുന്നു. ആയതിന്റെ അടിസ്ഥാനത്തിൽ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. ഓക്കെ, അതായത് സർവീസിലുള്ള അധ്യാപകർ കേട്ടറ്റ് വേരിഫിക്കേഷന് ഇത് പാലിച്ചിരിക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ. നിയമന അംഗീകാരത്തോടു കൂടി സർവീസിൽ തുടരുന്ന അധ്യാപകർ അവർ നിലവിൽ അംഗീകാരത്തോടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തസ്തികയിലേക്ക് ആവശ്യമായ കേട്ടറ്റ് കാറ്റഗറി വിജയിച്ചിട്ടുള്ള പക്ഷം, അതായത് UP ആണെങ്കിൽ കാറ്റഗറി 2, LP ആണെങ്കിൽ കാറ്റഗറി 1, ഹൈസ്കൂൾ ആണെങ്കിൽ കാറ്റഗറി 3 എന്ന രീതിയിലുള്ള അവരവരുടേതായ കാറ്റഗറികൾ വിജയിച്ചിട്ടുള്ള പക്ഷം ആയതിന്റെ സർട്ടിഫിക്കറ്റ് പരിശോധന പ്രസ്തുത ജീവനക്കാരുടെ സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തലുകളുടെയോ സർവീസ് ബുക്കിന്റെ ബന്ധപ്പെട്ട പേജുകളുടെ പ്രഥമ അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളോടെയോ അടിസ്ഥാനത്തിൽ നിർവഹിക്കേണ്ടതാണ്. ക്ലിയർ ആണേ. സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റിൽ അഥവാ SSLCയിൽ ജാതി, മതം, കാറ്റഗറി എന്നിവ രേഖപ്പെടുത്തിയിട്ടുള്ള പക്ഷം ആയതിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത വിവരങ്ങളുടെ പരിശോധന നിർവഹിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, കാസ്റ്റ് സർട്ടിഫിക്കറ്റോ നോൺ ക്രിമിലെയറോ വേണോ, SSLCയിൽ ജാതി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഹിന്ദു ഈഴവയാണെങ്കിൽ ഹിന്ദു, ഈഴവ, OBC എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ജാതി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഉദാഹരണം പറഞ്ഞതാണേ. സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് അഥവാ SSLC ജാതി, മതം, കാറ്റഗറി എന്നിവ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ മാത്രം ജാതി സർട്ടിഫിക്കറ്റ് അഥവാ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിന് ഹാജരാക്കേണ്ടതാണ് എന്നുള്ളതാണ് പുതിയതായിട്ട് വന്ന നിർദ്ദേശങ്ങൾ. അപ്പോൾ മറക്കണ്ട, ഇത് കൃത്യമായിട്ട് പാലിക്കുക. ഉടൻ തന്നെ കേട്ടറ്റ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക. കേട്ടറ്റ് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുമ്പിൽ ടെൻഷൻ ഒന്നുമില്ല അല്ലേ. അപ്പോൾ ഇനി കൂളായിരിക്കുക. ഓക്കെ, ഇത്തരത്തിൽ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, മറന്നു പോകരുത് കേട്ടോ. സർവീസ് കേട്ടറ്റിന്റെ പുതിയ ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട്. ബൂസ്റ്റർ ബാച്ച് ആണ്. ഉള്ള സമയം പ്രൊഡക്റ്റായി ഉപയോഗിക്കാം. കേട്ടറ്റ് ഈസിയായി ക്രാക്ക് ചെയ്തെടുക്കാം. ഓക്കെ, എയിം സ്റ്റഡി സെന്റർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.